ഷാജി കൈലാസ് ഡയറക്റ്റ് ചെയ്ത് ജോജു ജോർജ് ലീഡ് റോളിൽ അഭിനയിച്ച വരവ് മൂവി കണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം ഇതേ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേരുടെ അഭിപ്രായം കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായി ആർക്കും പടം ഒട്ടും വർക്കായിട്ടില്ല. ഓക്കെ, അപ്പോൾ ഷാജി കൈലാസിൻ്റെ മകൻ റുഷിൻ ഒരു യൂട്യൂബ് ചാനലുണ്ട്. ഇതിനു മുമ്പും ആ ചാനലിലെ കോണ്ടൻറ്റ് ഞാൻ എൻ്റെ POV പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷാജി കൈലാസ് റിവ്യൂ കണ്ടിട്ട് ഷാജി കൈലാസ് എന്ത് പറയുന്നു, റിയാക്ഷൻ ഓഫ് ഷാജി കൈലാസ്. ഓക്കെ, ഷാജി കൈലാസ് റിയാക്ട്സ്, അങ്ങനൊരു വീഡിയോ റുഷിൻ കഴിഞ്ഞ ദിവസം ചാനലിൽ അപ്ലോഡ് ചെയ്തു. ഇതിനു മുമ്പും ഈ ചെക്കൻ ഇവരെ ഇറക്കിയിട്ട് വിട്ടിട്ടുണ്ട്. ആൻഡ് റുഷിൻ ഈ പടത്തിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ് വരവ് മൂവിയുടെ. സോ അച്ഛൻ്റെ സിനിമയിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് റുഷിനും ഉണ്ടായിരുന്നു. എനിക്ക് റുഷിൻ്റെ ഈ എൻറ്റയർ വീഡിയോ, ഒരു 52 മിനിറ്റുള്ള വീഡിയോ കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായത്, അച്ഛൻ ഭയങ്കര എക്സ്പീരിയൻസുള്ള ഒരു ഡയറക്ടറാണ്. അപ്പോൾ അച്ഛന് തന്നെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണേക്കാൾ നല്ലത് 4 റിവ്യൂ കണ്ടിട്ട് അച്ഛൻ ഈ പഴയ ആ ഒരു പാറ്റേൺ മാറ്റിയിരുന്നെങ്കിൽ എന്നുള്ളത് റുഷിന് പറയാനുള്ളത് റുഷിൻ ഇൻഡയറക്റ്റ് ആയിട്ടാണ് പറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ എനിക്കിത് ഫീലായത്. എന്താണെങ്കിലും കോക്കിൻ്റെയും ഉണ്ണി വ്ളോഗ്സിൻ്റെയും ഒക്കെ റിവ്യൂ കണ്ടിട്ട് ഷാജി കൈലാസ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി ഇതെന്നൊക്കെ മനസ്സിലാവുന്നത് എന്താ അറിയോ, ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സ് ഒട്ടും സേഫല്ല. മലയാള സിനിമയിലെ പ്രൊഡ്യൂസേഴ്സ് ഒട്ടും സേഫല്ല. ഒന്നില്ലെങ്കിൽ അവർ ഈ പറഞ്ഞ ലെജൻഡറി ആയിട്ടുള്ള ഡയറക്ടേഴ്സിനെയൊക്കെ കണ്ട് അവരുടെ ആ പഴയ ഫോർമുല ഇപ്പോഴും വർക്കാവും എന്ന് വിചാരിച്ചിട്ട് ഇവർക്ക് കൊണ്ടുപോയി കാശ് കളയുന്ന മണ്ടത്തരം അത് ഇനി ഇവർ തുടർന്നുകൊണ്ടിരിക്കും. ഒന്നില്ലെങ്കിൽ അവരത് നിർത്തണം, അല്ലെങ്കിൽ കാശ് കുറേ ഉണ്ട്, കുഴപ്പമില്ല, ഞാൻ ഷാജി കൈലാസിനെ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മെയിൻ മമ്മൂക്ക ലാലേട്ടനൊക്കെ വെച്ചൊരു സിനിമ എടുത്ത ഒരാളാന്നൊക്കെ പറഞ്ഞ് നടക്കാനുള്ള പൊങ്ങച്ചത്തിന് വേണമെങ്കിൽ എടുത്തിട്ട് പോകാം. അല്ലാത്ത പക്ഷം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വർക്കാവുന്നൊരു സിനിമ എടുക്കാൻ ഐ ഡോണ്ട് തിങ്ക് സോ. ലൈക്ക് ഒരാൾ വെറുതെ കൊണ്ടുപോയിട്ട് ഇപ്പോൾ വർക്കാവാത്തൊരു പടത്തിന് വേണ്ടി പൈസ ചിലവാക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്താണെങ്കിലും ഷാജി കൈലാസിന് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം ഈ റുഷിൻ ഈ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, അതായത് വരവിൻ്റെ റിവ്യൂസ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഷാജി കൈലാസ് പറയുന്ന റിപ്ലൈസ് നോക്കാം. എന്ത് വീഡിയോ ആദ്യം പറഞ്ഞാലേ എനിക്ക് അല്ല, ഇന്നലെ സിനിമ ഇറങ്ങിയല്ലോ, സിനിമയ്ക്ക് ഇച്ചിരി നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ വരുന്നുണ്ട്. അത് വരട്ടെ മക്കളെ, അപ്പൊ അത് അച്ഛനെ കൂടെ കാണിക്കാന്ന് വിചാരിച്ച് ഞാൻ വന്നതാ. നീ എന്താണ് ഇതിന്റെ പരിപാടി? ഇതെവിടെ ഇത് മാഗ്നറ്റോ? നീ സ്റ്റാൻഡൊക്കെ പിടിച്ചോ? ഇല്ല, അച്ഛനെ നമുക്ക് റിവ്യൂസ് ഒരു ഈ പറഞ്ഞിരിക്കുന്ന കുറച്ച് ആൾക്കാരുടെ റിവ്യൂസ് നമുക്ക് അച്ഛനും കൂടെ കാണാം. മോനെ, കുറച്ച് ആൾക്കാർ നന്നായിട്ട് പറയട്ടെ മക്കളെ. എന്നാൽ ഒന്നാമത് ഞാൻ പറയുന്നത് നോക്കും, ഞാൻ ഇപ്പോഴാണ് ഞെട്ടിപ്പോയത്. ഇത്ര വലിയ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞാൽ ഇതൊന്ന് ഭയങ്കര പടമാണോ? എല്ലാവരും കുറേ റിവ്യൂസ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കൂ, നമ്മൾ സിനിമ ഉണ്ടാക്കി കുറേ ആൾക്കാർക്ക് ഇഷ്ടമില്ല. അത് ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരാൾ വന്നിട്ട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക, അത് ഭയങ്കര കുഴപ്പമാണ്. അപ്പോൾ അവർക്ക് ഉദ്ദേശം എന്താണ് ആക്ച്വലി? ഇല്ലെങ്കിൽ എന്നെ നേരിട്ട് വിളിച്ച് പറഞ്ഞുകൂടെ അവർക്കെല്ലാം? അല്ല, അവർക്കത് പറയാൻ പറ്റത്തോണ്ട് അങ്ങനെ യൂട്യൂബിൽ ഇട്ടിട്ട് നമ്മൾ എന്താണ് അച്ഛനും പറയാനുള്ളത്? ഞാൻ പറയുന്ന ഈ സിനിമ ഇങ്ങനെയാണ്, ഇതിനെ മാറ്റാൻ പറ്റില്ലല്ലോ. മൂപ്പരെ മൂടേ ഈ ഒരു എൻറ്റയർ വീഡിയോയിൽ ഇതാണ്. അതായത് ഞാൻ എടുത്ത പടം ഒരു 90s വൈബിൽ എടുത്ത പടമാണ്. ഏത് ഈ 2026-25 കാലഘട്ടത്തിൽ ആണ് ഈ കഥ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നൊരു മൂപ്പര് 90s മേക്കിംഗ് കൊണ്ടുവന്ന വർക്കാവൂ. അങ്ങനെയാണ് ഇതിന് ഏറ്റവും കൂടുതൽ ക്രിറ്റിസിസം വന്നത്. ഇങ്ങേരിപ്പോൾ ഈ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ അങ്ങേര് മാറാൻ കണ്ടിട്ടില്ല. അങ്ങേര് എടുത്തതിൽ ഈ 90s എന്തുകൊണ്ട് ആ ഒരു പാറ്റേൺ ഞാൻ പിടിച്ചു, അല്ലെങ്കിൽ എനിക്ക് നല്ല സ്ക്രിപ്റ്റ് കിട്ടിയില്ല, അങ്ങനെ പറഞ്ഞിട്ട് പോവാണ് മൂപ്പര്. പിന്നെ ഈ മൂവി ഒപ്പീനിയൻ പറയുന്ന റിവ്യൂ പറയുന്ന ആളുകൾ എന്തിനിത് എന്നോട് പറഞ്ഞൂടെ, നേരിട്ട് വന്ന് പറഞ്ഞൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ അപ്രോച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്കറിയാൻ പാടില്ല. അങ്ങനെ വരുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ പറയാം, തരുൺ മൂർത്തി, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ റിവ്യൂ ആയിട്ടുള്ള വിജയ് ബാബു, അതുപോലെ കുറേ ആൾക്കാരുണ്ട്. ഞാൻ ഈ കുറേ ആൾക്കാരുടെ പേരൊന്നും പറയണോ വേണ്ടത് ഇങ്ങനെ ആലോചിച്ചതാണ്. കുറേ ആൾക്കാരൊക്കെ നമ്മളോട് പേഴ്സണലി നമ്മൾ പോയിട്ട് അവരോട് മോശമാണെങ്കിൽ മോശമാണെന്ന് പറഞ്ഞാലടക്കം, അല്ലെങ്കിൽ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറഞ്ഞാലടക്കം ദേ ആർ ലൈക്ക് വെരി വെൽക്കമിങ്. അവർക്കൊന്നും ഒരു വിഷയമുള്ള കേസേ അല്ല. ദേ ലൈക്ക് എന്താ പറയുക, നമ്മളോട് തിരിച്ചുള്ള റിപ്ലൈ ഞങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു സ്പേസാണ് നിങ്ങളുടെ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു സർട്ടൻ പീപ്പിൾ ആർ ദെയർ, അവർ നമുക്ക് അപ്രോച്ചബിൾ ആണ്. കുറേ ആൾക്കാരൊക്കെ അപ്രോച്ച് ചെയ്തിട്ടൊരു കാര്യമില്ല, അല്ലെങ്കിൽ അവരെ അപ്രോച്ച് ചെയ്യാനൊരു സമ്മതിക്കില്ല. പിന്നെ എൻഡ് ഓഫ് ദ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മളൊരു പ്രൊഡക്റ്റ് കണ്ടു, നമുക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് എവിടെ വേണേൽ പറഞ്ഞു കൊടുക്കേ. അതൊരു കൺസ്ട്രക്റ്റീവായിട്ടോ അല്ലെങ്കിൽ വളരെ മാന്യമായിട്ടോ നമുക്ക് പറഞ്ഞിട്ട് പോകാനുള്ളൊരു സ്പേസ് ആണല്ലോ ഇത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് പോവും, ദാറ്റ്സ് ഇറ്റ്. അല്ല പക്ഷെ അത് കണ്ടിട്ട് ഇനി അടുത്ത പടത്തിലൊരു മാറ്റം കൊണ്ടുവരണോ വേണ്ടേ എന്നുള്ളതൊക്കെ ആ ഡയറക്ടറും അല്ലെങ്കിൽ ആ സിനിമയായിട്ട് ബന്ധപ്പെട്ടവരുടെയൊക്കെ താല്പര്യമാണ്. കാരണം ഇപ്പോഴത്തെ ഓഡിയൻസ് പൾസ്, ഓക്കെ, ഞാനൊരു ഓഡിയനാണല്ലോ, നമ്മൾ മൂവിനെ കുറിച്ച് പറയുന്ന എല്ലാവരും ഒരു ഓഡിയനാണ്. അപ്പോൾ ഒരു ഓഡിയൻസിൻ്റെ പൾസ് എന്താ, ഒരു വ്യക്തിയുടെങ്കിൽ ഒരു വ്യക്തിയുടെ ആ പൾസ് എന്താണെന്ന് അറിയാമല്ലോ. എല്ലാവരുടെ എന്താ പറയുക അഭിപ്രായം വാല്യുബിളായിട്ട് എടുക്കുക എന്നുള്ളതാണല്ലോ ഒരു ബിസിനസ്സിൻ്റെ മെയിൻ. ഈ സിനിമ എന്ന് പറയുന്നൊരു ബിസിനസ്സാണല്ലോ. അപ്പോൾ ഈ റിവ്യൂ എന്ന് പറയുന്നതും ഈ ഒരു എന്താ പറയുക എക്കോസിസ്റ്റത്തിൻ്റെ, സിനിമ എന്ന് പറഞ്ഞ ആ ഒരു എക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിനെ പറ്റങ്ങോട്ട് എന്തോ തള്ളിക്കണ്ട് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ പറഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ദോസ് ആർ ലൈക്ക് ഇറെലവൻറ്റ്. ഓക്കെ, ദർ ഈസ് സർട്ടൻ ഇമ്പാക്റ്റ്. ബട്ട് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 10 ആൾക്ക് വർക്കായില്ലെങ്കിലും അത് ഒരു മോസ്റ്റ് മെജോറിറ്റിക്ക് വർക്കായി ഇറ്റ് വിൽ റൺ. ഇനി 10 പേര് പറയുകയാണ് ഇത് മോശമാണെന്ന് പറയുന്നത്, നാട്ടുകാരും കണ്ടിട്ട് അത് മോശമാണ് എന്നുള്ളത് ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് കംബാക്ക് ഇല്ല ഒരു സിനിമയ്ക്ക്. ഇപ്പോൾ ഈ വരവിൻ്റെ കേസിലൊക്കെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. കണ്ട എല്ലാവരും പറയുന്നത് എന്തോ വരവാടേ വന്നേന്നാ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ചെക്കൻ അച്ഛനിട്ട് നല്ല പണി കൊടുത്താൽ തോന്നണോ. കോമൺ ആയിട്ട് ഞാൻ കാണുന്ന ഈ റിവ്യൂസ് എന്ന് പറയുന്നത് അച്ഛൻ പണ്ടെടുത്ത അതേ പാറ്റേൺ തന്നെയാണ് ഈ സിനിമ എടുക്കുന്നത്. മോനെ പഴയ ഒരു ഞാൻ പറയും ഇപ്പോൾ മൂന്നാർ മറയൂർ എന്ന് പറഞ്ഞിട്ടൊരു വൈൽഡ് സിനിമയല്ല ഞങ്ങൾ ഉണ്ടാക്കിയത്. അവിടെ ഒരു സാധാരണക്കാരൻ്റെ ഫാമിലി കഥ പറഞ്ഞാണിത്. ഫാമിലി ആയിട്ടുള്ള കഥയാണ് ഞങ്ങൾ പറഞ്ഞത്. അതിനകത്തൊരു റിവെഞ്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതൊരു നമ്മളിപ്പോൾ പഴയ കഥകളൊക്കെ വായിക്കുമ്പോൾ ഉള്ള സംഭവം അത്രേ ഉള്ളൂ. അത് 90s പടമാണ്. നമ്മളൊക്കെ ഒരു ഷോട്ട് എടുത്ത ഒരാൾ പറഞ്ഞല്ലോ, വൃദ്ധ ഷോട്ടാണ്. വൃദ്ധ ഷോട്ട് എന്ന് പറഞ്ഞാൽ ഷോട്ട് എങ്ങനെയെങ്കിലും ഒരു ക്ലോസപ്പ് ഒക്കെ അത് വൃദ്ധ ഷോട്ട് വയ്ക്കും. ഞാൻ എൻ്റെ ടൈപ്പ് മേക്കിങ്ങിൽ അവർ എൻ്റെ കുത്തിക്കയറണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ആയിട്ട് സ്റ്റൈലിൽ പോട്ട് പോനെ. അല്ല അവര് പറയുന്ന അച്ഛൻ ഇതിന് മുമ്പ് ഇപ്പൊ നരസിംഹ മറന്നപ്പോഴൊക്കെ ഭയങ്കര അതൊക്കെ 10-26 വർഷം മുമ്പുള്ള പടമല്ല ഇപ്പോഴത്തെ പടമല്ല. അതെ, പക്ഷെ അവര് പറയുന്നത് ആ ടൈപ്പ് അതിന്റെ ടൈപ്പ് മേക്കിംഗ് അത്ര ഇതില്ല ഇതിനെന്നാണ് അവർ പറയുന്നത്. മോനെ അത് വേറെ ക്ലാസ്, അതൊരു വേൾഡ് കൾട്ടാണ് എന്ന് പറഞ്ഞാൽ അതൊരു ഫ്യൂഡൽ മാടമ്പിയുടെ കഥകൾ പറയുമ്പോൾ അങ്ങനത്തെ രീതിയിൽ എടുക്കണം. ഇതൊരു സാധാരണക്കാരെ പറയുമ്പോൾ വേറെ രീതിയിലെടുക്കും. നമ്മൾ പറയും ഞാൻ അപ്ഡേറ്റ് ആയിട്ടില്ല, മാങ്ങാത്തുള്ളിയാണ് തേങ്ങാത്തുള്ളിയാണെന്നൊക്കെ ആൾക്കാരും പറയുന്നുണ്ട്, കുറച്ച് ആൾക്കാർ, വേറെ ഒന്നുമില്ല. ഞാൻ ഓരോ ഷോട്ട് വരുന്ന ഓരോ ഹെവിനെസ്സാണ് ആ ഷോട്ടിൽ. ഞാൻ എന്നെ ആസ്വദിക്കുന്നതാണ് ചില സംഭവം. പക്ഷേ അതെന്തിനാണ് ചോദിക്കുക, എന്തിനാണ് നിങ്ങളിന്ന് വീട്ടിലിരുന്ന് ആസ്വദിച്ചുകൊണ്ടിരുന്ന പറയും, എന്തിനാണ് പബ്ലിക്കിൽ കൊണ്ടിടുന്നത്? മോനെ പബ്ലിക് കൊണ്ടിടുന്നതെന്ന് പറഞ്ഞാൽ ഒരു കച്ചവട സാധ്യത മുൻനിർത്തിയാണ് കുറച്ച് ഇടി ടിഷ്യൂ എന്നൊക്കെ പറഞ്ഞ് വന്നത്. കച്ചവട സാധ്യതകൾ വേണ്ട, ഒരു ഹെവി ആർട്ടിസ്റ്റ് നമുക്ക് കിട്ടുമ്പോൾ അതിന് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ചെയ്തത്. അല്ലാതെ അതിനിങ്ങനെ ഇങ്ങനെ ക്രൂഡായിട്ടൊരു സിനിമ ചെയ്യാൻ എനിക്ക് അറിയത്തില്ല, ഭയങ്കര ക്രൂഡായിട്ട്. ഇങ്ങനൊരു സംഗതി ഭയങ്കര ലെജൻഡാണ്. ടോപ്പ് ഡയറക്ടർ ഇൻ മലയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വരുന്ന ആദ്യ 5-ലും 10-ലൊക്കെ ഇങ്ങനെ ഒരു പേരുണ്ടാവും. അത്രയും ഇമ്പാക്റ്റ് 90s ഉണ്ടാക്കിയൊരു വ്യക്തി. ഇപ്പം എന്താ വിഷയം ചെങ്കി ഇങ്ങനെ പറഞ്ഞതിലൊക്കെ ഭയങ്കര എന്താ പറയുക ന്യായീകരണങ്ങൾ ആണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഇങ്ങനെ പഴയ പടങ്ങൾ എടുത്തു നോക്കുന്ന സമയത്ത് അതൊക്കെ ഈ ലാർജർ ദാൻ റിയൽ ലൈഫ് സാധനങ്ങളാണ്. അതിലെ ഹീറോസൊക്കെ ഈ ഫ്യൂഡൽ സാധനങ്ങൾ ഇപ്പം ഇങ്ങനെ പറഞ്ഞ പോലെ അവരുടെ ആ ഒരു ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള സാധനം, ആ ഇമ്പാക്റ്റ് വരണമെങ്കിൽ കുറച്ച് ഈ പറഞ്ഞ ലാർജർ ദാൻ റിയൽ ലൈഫ് ഫ്രെയിമുകളും ഒരു സാധാരണക്കാരനിൽ നിന്നും ഭയങ്കര ഭീകരമായിട്ടുള്ളൊരു ഹീറോയിക് പരിവേഷത്തിലേക്ക് ഒരു സാധനം വരണമെങ്കിൽ പറഞ്ഞിട്ട് ഈ ചാട്ടിയട്ടി ഡയലോഗ് അതൊക്കെ വേണം. പക്ഷെ ഈ സിനിമയ്ക്കകത്ത് ഇങ്ങനെ പറഞ്ഞത് ജോജു ജോർജിൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ജോജു ജോർജ് എന്ന് പറഞ്ഞാൽ അഭിനയിച്ച ക്യാരക്ടർ അടക്കം ഒരു സാധാരണക്കാരനാണ്. മറയൂർ അല്ലെങ്കിൽ അവിടെയുള്ള ഒരു സാധാരണക്കാരൻ്റെ സിനിമ എടുക്കുമ്പോഴും ഈ 90s ട്രീറ്റ്മെൻറ്റ് കൊണ്ടുവന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? സാധാരണക്കാരനായ ജോജു ജോർജ് സിനിമയിലൊക്കെ അതേക്ക് ചെയ്യാൻ പോകുന്നില്ല. ഫാമിലിയിൽ നടന്ന കുറച്ച് ഇൻസിഡൻസ്, ഇയാളെ പേഴ്സണൽ ലൈഫിൽ അതെങ്ങനെ ഇമ്പാക്റ്റ് ചെയ്തു, അതിലേക്ക് ആരൊക്കെയാണ് ഈ വിഷയങ്ങൾ ഉണ്ടാക്കിയത്, അവരെ തീർക്കാൻ നടക്കുന്നത്. പരവുള്ളൂ വന്നിട്ട് ഇതിനകത്ത് ഇതൊരു സാധാരണക്കാരനാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊരു കിൻഡൽ ഇടിപ്പടമെന്നാണ് കാണിക്കേണ്ട ആവശ്യമുണ്ട്. സാധാരണക്കാരൻ ചെയ്യുന്ന പോലെ ചെയ്തിട്ട് പോയത് അത് കാണിച്ചാൽ പോരെ. എന്തിനാ മറ്റേ കിൻഡൽ സാധനത്തിൻ്റെ സാധാരണക്കാരൻ കിൻഡൽ ഇടിയിടിച്ചിട്ട് അങ്ങനെ പറപ്പിച്ച് പോകുന്ന ഒരാളാണ്. അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ കഥ പറയുമ്പോൾ അതിനകത്ത് ഒരു ലോജിക്ക്, സാധാരണക്കാരുടെ കഥ പറയുമ്പോഴല്ലേ ഒരു ലോജിക്ക് വേണ്ടേ? ഒരു ഫ്യൂഡൽ മാടമ്പി അല്ലെങ്കിൽ ഒരു നാട്ടിൽ നമ്മൾ ഇതുവരെ നമ്മൾ ആ ടൈമിൽ 6-ാം തമ്പുരാൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ നരസിംഹമൊക്കെ ഉള്ള ടൈമിൽ ഒരു നാട്ടുരാജാവിൻ്റെ കഥ പറയുമ്പോൾ അതിനകത്ത് ആ നാട്ടുരാജാവാണ് അവിടുത്തെ സിസ്റ്റത്തിനേക്കാൾ വലുത്. ഇതൊരു സാധാരണക്കാരൻ
സാധാരണക്കാരൻ്റെ കഥ പറയുമ്പോൾ അവിടുത്തെ സിസ്റ്റത്തിനേക്കാൾ വലുത് അപ്പോഴും സാധാരണക്കാരൻ അല്ലെങ്കിൽ സിസ്റ്റം ഒന്നും അല്ലാത്ത രീതിയിൽ അങ്ങനെയൊക്കെ ഒരു മേക്കിങ്ങും നറേഷനും ആകെ മൊത്തം അവിയൽ പരുവത്തിലായതുകൊണ്ടാണ് ഇതെല്ലാവരും പറയുന്നത്. ഓക്കെ, 2026 നടക്കുന്ന ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ ഒരു റിവഞ്ച് തിരിച്ചുവരവ് കഥ, വരവെന്ന് പേര് വിട്ടു. എന്നിട്ട് കാണിക്കുന്നത് കിൻഡൽ ഇടീൻ്റെ മറ്റേ 90കളിലെ മറ്റേ മാസ് സാധനം. ഇത് മാച്ച് ആയില്ല എന്നുള്ളതാണ് നമ്മളെല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇങ്ങേരുടെ ആ ഒരു അഡമൻ സാധനത്തിലാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് തോന്നുന്നു. ഇതാണ് പ്രശ്നം. കാലം ഇപ്പോൾ അന്നെടുത്ത സിനിമയുടെ അതേ പാറ്റേൺ ഇന്ന് വർക്കാക്കാൻ വളരെ പാടാണ്. ആ സിനിമ തന്നെ ഇപ്പോൾ റീവിസിറ്റ് ചെയ്ത് അല്ലെങ്കിൽ നൊസ്റ്റാൾജിക്കായിട്ട് അത് റിലീസ് ചെയ്ത് പോയി കാണുമ്പോൾ ചിലപ്പോൾ വർക്കായിട്ടുമുണ്ട്. ഇപ്പോൾ ചോട്ടാ മുംബൈ അടക്കം പല സിനിമകളും അങ്ങനെ വർക്കായ പടങ്ങളാണ്. കാരണം 90s സിനിമയുടെ ആ ഒരു സാധനം ഇപ്പോഴത്തെ കുട്ടികൾക്കും ഇല്ലെങ്കിൽ നമ്മളെപ്പോലെ 90s കിഡ്സിനൊക്കെ രണ്ടാമത് വലിയ തിയേറ്റർ ഫ്രെയിമിൽ കാണുന്ന സമയത്ത് വാവ് അടിച്ച് നമ്മളത് വീണ്ടും നൊസ്റ്റാൾജിയ ലെവലിൽ ആ സാധനം എടുത്തു. പക്ഷെ അതേ സാധനം, അതേ പ്ലോട്ട്, അതേ മേക്കിംഗ് ഇപ്പം കൊണ്ടുവന്നൊരു സിനിമ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് പണിയാണ്. കുറച്ചധികം പണിയാണ്. കുറേ കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളും ഇപ്പോഴത്തെ ഒരു ജനറേഷനും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ടൊക്കെ പോകണ്ടേ. അല്ലാതെ അത് അതേപോലെ ആ ഫിലിം മേക്കിംഗ് ഇപ്പോൾ കൊണ്ടുവന്ന ഇതേ ക്രിറ്റിസിസം കേൾക്കേണ്ടി വരും. പഴഞ്ചനാണ് 90കളിലെ മേക്കിംഗ്, അതിങ്ങനെ കേൾക്കേണ്ടി വരും. പിന്നെ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോനകത്ത് തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, കടുവ ചെയ്ത സമയത്ത് പൃഥ്വിരാജ് പറഞ്ഞിരുന്നു 90കളിലെ ഫിലിം മേക്കിംഗ് മതി, അല്ലെങ്കിൽ ഇവർ ഡിമാൻഡ് ചെയ്തു. ഇതൊക്കെ അവർക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് പോവാം. ആസ് എ ഡയറക്ടർ നിങ്ങളുടെ ഫിലിമിൻ്റെ ഒരു ക്വാളിറ്റി കാലം മാറുന്നതനുസരിച്ച് മാറിപ്പോണ്ടേ. ഇപ്പോൾ ക്രിസ്റ്റഫർ നോളൻ്റെ ഒഡീസി ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു. ഓരോ പടം ഇറങ്ങുമ്പോഴും ഈ ചങ്ങായി ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ സിനിമ എന്താണെന്ന് വിചാരിച്ചിട്ട് അയാൾ സിനിമ എടുത്തുകൊണ്ടിരിക്കുക. അല്ല അയാളെ പഴയ ഫോർമുല ഇപ്പോൾ കൊണ്ടുവന്നിടുക. സം ഫ്രെയിംസ് വിൽ ബി ദെയർ, പക്ഷെ ദ എൻറ്റയർ മൂവി ആ കഥയ്ക്ക് ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറി ടെല്ലിങ് വേണ്ടേ. ലെജൻസ് അങ്ങനെയാണ്, നമ്മൾ ലെജൻസിൻ്റെ നിന്ന് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ. ഇത് ചുമ്മാ ഏതോ 1-2 പടം എടുത്ത് പോയ ഒരാളൊന്നും അല്ലല്ലോ ലെജൻഡ്. ഒരു ലെജൻഡ് ഡയറക്ടറിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ? കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളും ഫ്രെയിമുകളും അപ്ഡേറ്റഡ് ആവണം. നമ്മൾ ഏത് ഫീൽഡിലാണെങ്കിലും നമ്മൾ അപ്ഡേറ്റഡ് ആവണ്ടേ. ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക പ്രോ ലെജൻഡ് ഡയറക്ടർ എന്നുള്ള രീതിക്കാണ് നമ്മളൊരു സാധനം പ്രതീക്ഷിക്കുന്നത്. കാരണം ആ കാലത്ത് അത് എടുത്തു വെച്ചു, അപ്പോൾ ഈ കാലത്ത് എന്തൊക്കെ എടുക്കും ഇങ്ങേര്, മനസ്സിലായി? ആ പ്രതീക്ഷയാണ് നമുക്ക്. പക്ഷെ വെരി അൺഫോർച്ചുനേറ്റ്ലി അന്നെടുത്ത് തന്നെ ഇന്നും ഒരേപോലെ ഒരു കഥ കിട്ടിയ എല്ലാം ഒരു പാറ്റേണിൽ പറഞ്ഞു പോയിട്ട് കാര്യമുണ്ടോ? വരവ് ഡയറക്ടർ none other than ഷാജി കൈലാസ്. അതായത് ഷാജി കൈലാസ് ഒക്കെ സജിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ധ്രുവം പോലുള്ളൊരു സിനിമ. പക്ഷെ എഴുതി വന്നപ്പോൾ ഇതൊരു ശവമായിപ്പോ, ഒരു ചത്ത സിനിമ. ഒരു ഇമോഷൻസും ഒക്കാത്ത എന്തൊക്കെയോ കാട്ടിക്കൂട്ടിട്ടുള്ള ഒരു അപരാധ സിനിമ, തന്നി അപരാധം. ഷാജി കൈലാസിന്റെ ഒരു ഫോൾ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. കാരണം 90s ഇദ്ദേഹത്തിന്റെ സിനിമ കണ്ട എന്റെ മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകരാണ് ഷാജി കൈലാസ്. ഇതെല്ലാം കേൾപ്പിച്ചോളൂടാ, നീ എന്നെ കേൾപ്പിച്ചപ്പോൾ സമാധാനമായോ? മോനെ ഇതിന് പറഞ്ഞാലേ എനിക്ക്, നിങ്ങളിങ്ങനെ എല്ലാം കൂടെ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യും? എന്താണ് പറയേണ്ടത് പറയൂ. കണ്ടല്ലോ, പുള്ളി കണ്ട് കറക്റ്റാണ്. പുള്ളിയുടെ ഇതിനകത്ത് ആംഗിളിൽ വെച്ച് നോക്കുമ്പോൾ പുള്ളി കറക്റ്റാണ്. പക്ഷെ എൻ്റെ ആംഗിളിൽ വെച്ച് ഇതാൾ ചുമന്ന കണ്ണെന്നൊക്കെ പറയുന്നില്ലേ ഇത് ജോജുൻ്റെ, പക്ഷേ ആ കണ്ണെന്ന് പറഞ്ഞാൽ അതിനകത്ത് വ്യക്തമായിട്ട് അത് ശ്രദ്ധിച്ചാൽ അറിയാവൂ. എന്നറിയാവോ, മുരളി ഗോപിയുടെ ഒരു സീനിനകത്ത് പറയുന്നുണ്ട്, നിൻ്റെ അച്ഛൻ ഈ എസ്റ്റേറ്റിലെ റൈറ്ററായിരുന്നു, ചെമ്പുകണ്ണൻ കോര, ചോരക്കണ്ണില്ല ചെമ്പുകണ്ണൻ ചോര എന്ന് പറയുന്നു. അതാണ് അത് നമ്മൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടില്ല. അതാണ് കുഴപ്പം. എന്തിനാണ് നിങ്ങൾ ലെൻസ് ഇട്ടു ടൈറ്റ് ചെയ്തത് നമ്മുടെ ഇഷ്ടമല്ലേ, നമ്മളൊരു ക്യാരക്ടർ ഉണ്ടാക്കുന്നില്ലേ, അതിനകത്ത് ഒരിക്കലും ചെയ്യരുത് അങ്ങനെ എന്ന് പറഞ്ഞാൽ. അത് അവർക്ക് മനസ്സിലായിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുണ്ട്. അപ്പോൾ അവരെല്ലാം കൂടെ ഒന്നിച്ച് വന്നാൽ ഞാനും സാജനും കൂടെ ഇരിക്കാം. എന്തോ പറയാണ് മോനെ, അത് കണ്ടാലും കണ്ടില്ലെങ്കിൽ എനിക്ക് പറയാനുള്ള പറയണ്ടേ, പിന്നെ അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം. നീ എന്നെ ബ്ലോക്ക് ചെയ്യണം. ഞാൻ വൈകിയും പറയുന്നു, ചെക്കൻ ഷാജി കൈലാസിന് പണി കൊടുത്താന്ന് പറഞ്ഞു. അവനെന്തൊക്കെയോ അച്ഛനോട് പറയാനുണ്ട്, അച്ഛാ ഈ മേക്കിംഗ് പറ്റൂല എന്നുള്ളത്. പക്ഷെ അതിങ്ങനെ റിവ്യൂ കാണിച്ചു കൊടുത്തെന്ന് മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തി തോന്നുന്നു. ഈ കണ്ണിൻ്റെ കേസ് ഞാൻ എൻ്റെ റിവ്യൂവിനകത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തോന്നറിയോ ജോജുവിൻ്റെ കണ്ണ് ഞാൻ എവിടെയും നാട്ടിൽ കണ്ടിട്ടില്ല, ഈ ഇത്രയും ഡാർക്ക് ബ്രൗൺ കണ്ണായിട്ട് ഒരുത്ത്, എന്നിട്ട് അതിങ്ങനെ ടൈറ്റ് പിടിച്ചിട്ട് ആ കണ്ണിങ്ങനെ കാണിച്ചിട്ട് പോകുന്നത്.
ഇപ്പോൾ ആ സീൻ ഇങ്ങനെ പറയുമ്പോൾ അത് ആലോചിക്കുമ്പോൾ ആ സീനിനകത്ത് തന്നെ ഡയലോഗ് ഉണ്ട്. പക്ഷെ ഒരു സിനിമയുടെ അകത്ത് ഒരു ക്യാരക്ടറിൻ്റെ ഒരു ആർക്ക് ബിൽഡാവുമ്പോൾ, ഇപ്പോൾ ജോജു ജോർജ് സെൻട്രൽ ക്യാരക്ടറാണ്, അയാൾ ആർക്ക് ബിൽഡാവും, അയാളെ ചുറ്റിപ്പറ്റിയാണ് ബാക്കി ഇൻസിഡൻസ് ഉണ്ടാവുന്നത്, ക്യാരക്ടേഴ്സ് ബിൽഡാവുന്നത്. ഒരു സെൻട്രൽ ക്യാരക്ടറാണല്ലോ ഈ ജോജുവിൻ്റെ ഷോൾഡറിലാണ്, ആ ക്യാരക്ടറിൻ്റെ ഷോൾഡറിലാണ് സിനിമ മൊത്തം. അയാളുടെ എല്ലാ കാര്യങ്ങളും ഒരു സിനിമ തുടങ്ങി ഈ 2.5-3 മണിക്കൂറാകുമ്പോഴത്തേക്ക് ഇത് ഗ്രോ ആയി എൻഡ് ആവണം. ഒരു പടം തുടങ്ങുമ്പോൾ തന്നെ ഓക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ, ഈ ബ്രൗൺ കണ്ണ് കാണിക്കുന്നു, ജോജുവിൻ്റെ കിൻഡലടി കാണിക്കുന്നു, ജോജുവിൻ്റെ പാസ്റ്റ് കാണിക്കുന്നു, ജോജു ഇപ്പോൾ പ്രസൻറ്റിൽ എന്ത് എന്നുള്ളത് ഹാപ്പനിങ് കാണിക്കുന്നു, ഇതൊക്കെ കാണിച്ചിട്ട് പടം വെറുത്ത് കയ്യിൽ നിന്ന് പോയി അങ്ങേ തല എത്തി നിൽക്കുമ്പോൾ ഒരു സീനിനകത്ത് ഒരു സ്പൂൺ ഫീഡിങ് പോലെ കേട്ടോ, ഇത് ഇങ്ങനെ പറഞ്ഞ കേട്ടോ, ചെമ്പ് കണ്ണനാ. എടീ ഇത് ആ കണ്ണിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ, അല്ലെങ്കിൽ ആ കണ്ണങ്ങനെ കാണിക്കാൻ എന്താ ഉള്ള കാര്യം, ആദ്യമേ ഒരു നറേറ്റീവ് കൊടുത്തിരുന്നെങ്കിൽ ഈ സിനിമയുടെ ഡൈനാമിക്സേ മാറിയിട്ടുണ്ടാവും. മനസ്സിലായോ? ആ മുരളി ഗോപി ചെയ്ത ക്യാരക്ടറും ജോജുവിൻ്റെ ഫാദറും തമ്മിൽ എന്ത് റിലേഷൻ, ഈ കണ്ണിൻ്റെ കാര്യം എന്ത്, ഇതൊക്കെ തുടക്കത്തിൽ ഈ സിനിമ നറേറ്റ് ചെയ്ത തുടക്കത്തിൽ വെച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇപ്പം ഞാൻ ചിന്തിക്കുകയാണ് നമുക്ക് ആ മൂഡിൽ ഈ പടം കാണാമായിരുന്നു. ആൻഡ് ആ ക്യാരക്ടറിൻ്റെ കുറച്ച് സാധനങ്ങൾ കൂടി കാണിച്ചിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ഓൾ ടുഗെദർ എ ഡിഫറെൻറ്റ് സാധനം. അപ്പം അത് അങ്ങനെയൊന്നും അല്ല ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ആ സീൻ വരുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര അങ്ങോട്ട് ഷോക്ക് അടിച്ചിരുന്നിട്ടാണ് പടത്തിൽ ആ സീനിലൊക്കെ എത്തുമ്പോഴത്തേക്കും വയ്യ കാണുന്നവർക്ക്. എനിക്ക് വയ്യാതെ ചെയ്യുന്നു. പിന്നെ ആ സീനിൽ പറഞ്ഞാലെന്താ, പറഞ്ഞില്ലെങ്കിൽ എന്താ, ആ ഒരു അവസ്ഥയിൽ ഇരുന്ന് കാണുന്ന ഒരാളിപ്പോൾ ഇത്ര കീനായിട്ടിരുന്ന്, ഇത് അങ്ങനത്തെ ത്രില്ലറൊന്നും അല്ലല്ലോ, ആണോ? ഇപ്പോൾ ഒരു ഭയങ്കര എഡ്ജ് ഓഫ് ദ സീറ്റ് തരുന്നൊരു ത്രില്ലറാണെങ്കിൽ നമ്മളതിൽ ഓരോ കാര്യം ഇരുന്ന് ശ്രദ്ധിക്കും. നമ്മൾ അത്രയും നമ്മളെന്ത് ചെയ്യുന്നുണ്ട്, ആ പടത്തിൻ്റെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. ഇതൊന്നുമില്ല, ഒന്നും ഉണ്ടായിട്ടില്ല അതിനകത്ത്, വെറുത്തുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് ഇല്ല ബാലരേ എന്ന് പറഞ്ഞൊരു സാധനം അടിച്ചിറക്കിയത്. അങ്ങനെ വെറുത്തിരിക്കുമ്പോൾ ഇതൊക്കെ ആര് നോക്കും സാർ? അപ്പം പിന്നെ കാണുന്ന പ്രേക്ഷകൻ ഇത് ഞാൻ ചിന്തിക്കില്ലേ, എന്തിനടാ ഈ കണ്ണിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, അതും വെച്ച മറ്റേ ലെങ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടാലേ അറിയാം ഈ ഷോ ഒന്ന് മേടിച്ച് എന്തോ ഐറ്റമാണെന്നുള്ളത്. അതിനൊന്നും ഒരു റിയാലിറ്റി ഇല്ല, ഭയങ്കര ഫേക്ക് സാധനം എന്നുള്ളത് കണ്ടാലേ അറിയാം, അങ്ങനത്തെ ഒരു ഐറ്റം. പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ചില ഇത് അയാൾ ടോർച്ച് അടിക്കാൻ പറഞ്ഞെന്നൊക്കെ പറഞ്ഞില്ലേ, അസീസിൻ്റെ ക്യാരക്ടറിനെ വിട്ടേക്കുക, ആ ക്യാരക്ടറെ കൊണ്ട് നമ്മളല്ലേ ചെയ്യിപ്പിക്കുന്നത്, എന്തെങ്കിലും കുറ്റം കൊണ്ട് ഞാനല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ ടോർച്ച് ക്യാമറ അടിച്ചെന്നതുകൊണ്ട് ഈ സിനിമ അസ്തമിക്കാൻ പോകണം. അതാ ഞാൻ അത് പറഞ്ഞത്, എൻ്റെ ഒപ്പീനിയൻ പറയട്ടെ. പിന്നെ നീ ഒരാളുടെ മാത്രം പറഞ്ഞുകൊണ്ട് ഓൺ സൈഡാണ്. അപ്പം നമ്മുടെ സൈഡും കൂടെ കേൾക്കാനാണ് ഞാൻ ഇപ്പം പറഞ്ഞപ്പോൾ ഞാൻ പറയേണ്ടി വന്നത്. എന്നറിയുമ്പോൾ ഒരു സൈഡ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മറുപടി നമ്മളാരും പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താണ് എൻ്റെ ഒരു ആഗ്രഹം, ഇത്രയും ആൾക്കാർ ഒന്നിച്ചു വന്ന് ഇതിൻ്റെ അടുത്ത് ഇരുന്നാൽ, അല്ലെങ്കിൽ എൻ്റെ റൈറ്ററിൻ്റെ കൂടെ ഇരുന്നാൽ നമുക്കത് സംവാദം റെഡിയാക്കാം. മലയാള സിനിമയിലൊന്നും ഇതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ മൂവി റിലേറ്റഡ് ഒപ്പീനിയൻ പറയുന്ന ആരെ വിളിച്ചിട്ടും അവരുടെ ഈ സിനിമാക്കാരുടെ ഈഗോ ഇതിനൊന്നും സമ്മതിക്കില്ല. ഓക്കെ, ഒരു പടം ഇറങ്ങുന്നതിന് മുമ്പോ ഇറങ്ങി കഴിഞ്ഞിട്ടോ മൂവി ഒപ്പീനിയൻ പറയുന്നവരൊക്കെ ഒന്ന് കളക്റ്റീവായിട്ട് എടുത്ത് എല്ലാവരുമായിട്ടുള്ളൊരു സംവാദം, ഒരു ഹെൽത്തി റിലേഷനൊന്നും ഇവിടെ ആർക്കും താല്പര്യമില്ല. സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നതല്ലേ റിവ്യൂ ബോംബിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ തലയിൽ കൊണ്ടുവന്നിട്ട് പ്രൊഡ്യൂസറെ രക്ഷപ്പെടുത്താനും, അതിൽ അഭിനയിച്ചവൻ അവൻ്റെ മുഖം രക്ഷിക്കാനും, ഡയറക്ടർ അയാളുടെ കഴിവില്ലായ്മ മറച്ചു വെക്കാനൊക്കെ വേണ്ടിയിട്ട് ഇത് നേരെ കൊണ്ടുവന്ന് റിവ്യൂസിൻ്റെ തലയിലിട്ട് രക്ഷപ്പെടുന്ന എത്രയോ സാഹചര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. സോ അങ്ങനത്തെ ഒരു ടൈം അതിലൊന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഒരു മൂവി ഒപ്പീനിയൻ പറയുന്ന ഒരാളെ വിളിച്ചിട്ട് നിങ്ങളെല്ലാവരും കൂടി കൂട്ടിയിരുത്തി ഒരു ചർച്ച ചെയ്യുന്നൊക്കെ ഉള്ളത്. പേഴ്സണലി വിളിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചധികം ആളുകളുണ്ട് സംസാരിക്കുന്ന, കുറച്ചധികം ആളുകളുണ്ട്. അതിൽ ആക്ടേഴ്സ് ഉണ്ട്, ആക്ട്രസ്മാരുണ്ട്, ടെക്നീഷ്യൻസ് ഉണ്ട്, എല്ലാവരും ഉണ്ട് അതിനകത്ത്. അങ്ങനെയുള്ളവർക്ക് ഒരു ഹെൽത്തി, അതും ഇൻഡസ്ട്രിയിൽ വേറെ ആരും അറിയാതെയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അവരൊരു ലൈൻ കൊണ്ട് നടക്കും, അല്ലെങ്കിൽ എല്ലാവരുമായിട്ടൊരു ഹെൽത്തി റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നല്ലാതെ ഇങ്ങനെ 10 ആൾ അറിഞ്ഞും അല്ലെങ്കിൽ ഒരു 4 ആളെ വിളിച്ചിട്ടുള്ള അങ്ങനത്തെ പരിപാടിയൊന്നും നടക്കാൻ പോകുന്നില്ല. പിന്നെ ഇങ്ങനെ ഇപ്പോൾ ഈ പറഞ്ഞ അസീസിൻ്റെ ക്യാരക്ടറിന് ഇങ്ങനെ പറയുന്ന ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാത്ത രീതിയിലാണ് പറയുന്നത്. പക്ഷേ ആ സിനിമയ്ക്കകത്ത് അസീസിൻ്റെ ക്യാരക്ടറിന് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നറിയാം. അത്രയും സ്ക്രീൻ സ്പേസ് ഉണ്ട്, അത്രയും ഡയലോഗുകളുണ്ട്, അത്രയും കോൺട്രിബ്യൂഷൻസ് ഉണ്ട് ആ ക്യാരക്ടറിന്. അപ്പോൾ ആ ക്യാരക്ടറിൻ്റെ ഏറ്റവും എന്താ പറയുക, ക്യാരക്ടറിൻ്റെ പീക്ക് സാധനമാണ് ആ സ്ക്രീൻ. അതായത് ജോജു അടക്കമില്ല, ആ ക്യാരക്ടർ മാത്രമായിട്ട് കൊണ്ടുപോകേണ്ട ഒരു സീനിനകത്താണ് ഈ ഒട്ടും ഇപ്പോൾ സാധാരണക്കാരൻ്റെ കഥയാണ്, ഇതൊരു മറ്റേ ഫ്യൂഡൽ സാധനമല്ല, ഒരു നോർമൽ പടമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് നോർമലായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. പ്രേക്ഷകൻ കാണുന്നത് ക്യാമറയുടെ വ്യൂ എന്ന് പറഞ്ഞാൽ പ്രേക്ഷകൻ്റെ കണ്ണാണ് അല്ലേ.
നമ്മൾ പ്രേക്ഷകരുടെ കണ്ണാണ് ക്യാമറ എന്നുള്ളത്. നമ്മൾ കാണുന്ന പോലെയല്ലേ ക്യാമറ നമുക്ക് കാണിച്ചു തരുന്നത്, അതല്ലേ ഇവരുടെ അതാണ് പേഴ്സ്പെക്റ്റീവ്. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മളെ കണ്ണിക്ക് ലൈറ്റ് അടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വല്ലതും കാണുമോ പുല്ല്? മനസ്സിലായി? അതൊക്കെ മേക്കിങ്ങിൽ പറ്റുന്ന മിസ്റ്റേക്കുകളാണ്. ഒരാൾ ആ സിറ്റുവേഷൻ ഒന്നും ഞാൻ എലാബറേറ്റ് ചെയ്യുന്നില്ല, സിനിമ ഇപ്പോഴും തിയേറ്ററിലുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനകത്ത് ഇതിങ്ങനെ ക്യാമറയ്ക്ക് ലൈറ്റ് അടിച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് കാര്യം? അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴും ആക്സെപ്റ്റ് ചെയ്യാൻ പ്രശ്നമാണ്. എനിക്ക് TV സീരിയൽ ഒന്നും പടം എടുക്കാനൊന്നും അറിയത്തില്ല. എനിക്ക് കുറച്ച് ഗുമ്മൊക്കെ ഉണ്ടാവണം, എനിക്ക് ഡ്രോൺ വെച്ചാണെങ്കിൽ ഡ്രോൺ വെച്ച് കളിക്കണം, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ആഗ്രഹം. FBB ആണ്, FBB വെച്ച് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ഞാൻ ചെയ്യും, അത്രേ ഉള്ളൂ. ചില ആർക്ക് ഇഷ്ടപ്പെടും, ഇവ എന്താണ് ഇങ്ങനെ ചെയ്ത്, അതിങ്ങനെ ചെയ്യണം എൻ്റെ ആണ്, അല്ലേ? അവർക്ക് ഇഷ്ടപ്പെട്ട് ഞാനെന്ത് ചെയ്യാൻ പറ്റൂടാ? നമ്മൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ചെയ്തത്, ഇത് ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യണമെന്നുള്ളത്. അല്ലാതെ പഴയ കാലഘട്ടത്തെ ഇപ്പോഴുള്ള സിനിമ ചെയ്യണമെന്ന് വിചാരിച്ചു 90s സിനിമ ആ രീതിയിലുള്ള സിനിമ ചെയ്യാം, അല്ലെങ്കിൽ 90s 2000 ഇടയ്ക്കുള്ള ഒരു സിനിമ ചെയ്യാമെന്നുള്ള പറഞ്ഞുകൊണ്ടാണ് ചെയ്തത്. നമ്മൾ ആദ്യം എഴുതി കാണിച്ചില്ല, പക്ഷേ അതിലാണ് നമുക്ക് തെറ്റിപ്പോയത്. 90s സിനിമയാണിത് എന്ന് എഴുതി കാണിച്ചിരുന്നെങ്കിൽ ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ. അങ്ങനെ എഴുതി കാണിക്കാത്തതാണ് കുഴപ്പം പറ്റിയത്. എന്താ പറയുന്നത്, 90s പടാ ഇത്? 2000 early 2090s സിനിമയാണോ ഞാൻ കണ്ട വരവ്? അപ്പം എങ്ങനെയാണ് ഇതിൽ മറ്റേ എന്താ തിലകൻ്റെ മോൻ്റെ ക്യാരക്ടർ, ഷമ്മി തിലകൻ്റെ മോൻ്റെ ക്യാരക്ടർ, അഭിമന്യു തിലകനൊക്കെ എങ്ങനെയാണ് അപ്പോൾ ഡിഫൻഡറിൽ വന്നേ? അതെങ്ങനെ സംഭവിച്ചപ്പോൾ? അപ്പം അത് ഒട്ടും അത് കണക്റ്റ് ആവുന്നില്ല, ഏർലി 2000 90s ഡിഫൻഡർ ഉണ്ട്, പക്ഷെ ഇപ്പം കാണുന്ന ഡിഫൻഡർ അല്ലല്ലോ. എന്തെന്നായത്? മേക്കിംഗ് ആണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? അതായത് ഇപ്പോഴത്തെ സിനിമയ്ക്ക് 90s മേക്കിംഗ് മറക്കാവാൻ ഭയങ്കര പാടാ. അല്ലെങ്കിൽ ആ സിനിമ അങ്ങനെ കൊണ്ടുപോയി ആ 90s എടുക്കേണ്ടിയിരുന്നു, എന്നാൽ പിന്നെ ഓക്കെ ആയിരുന്നു. ഇതല്ലല്ലോ ഉണ്ടായേ. പോലീസുകാരാണെങ്കിലും വണ്ടികൾ കാണിക്കുന്നതാണെങ്കിലും ഡ്രസ്സിങ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെ കുറേ സാധനങ്ങൾ നോക്കുന്ന സമയത്ത് 90s അല്ല early 2000 അല്ല, ഇത് രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങനെ എന്തോ തള്ളിയ പോലെ ഉണ്ട്. ഈ നമ്മൾ റിവ്യൂസിനടുത്ത് ഒരു ഗംഭീര സ്ക്രിപ്റ്റ് എനിക്ക് തരൂ, ഞാൻ മനോഹരമാക്കാൻ ശ്രമിക്കാം. എനിക്ക് ഈ കിട്ടുന്ന സ്ക്രിപ്റ്റ് ഒന്നും ശരിയാവുന്നില്ല നിങ്ങൾ പറയുന്നു, ദൈവത്തോർത്ത് ഞാൻ പറയുന്ന ഒരു ഗംഭീര സ്ക്രിപ്റ്റ് എനിക്ക് തരൂ, ഞാനത് ചെയ്തു തരാം എന്ന് പറഞ്ഞാൽ എനിക്കത് അതിനുവേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അതിഗംഭീരമായിരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഞെട്ടിക്കണം ആ സ്ക്രിപ്റ്റ്. ഞാൻ കണ്ടതിന് ചേട്ടാ, ഓ ഇത് തകർക്കണമല്ലോ എന്ന്. ഇങ്ങനെ ഇതിൽ സ്ക്രിപ്റ്റ് കിട്ടുന്നില്ല, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ടേ. ഒരു സിനിമയിൽ ആദ്യമായിട്ട് വന്ന ഒരാൾ അല്ലെങ്കിൽ നിലനിൽപ്പിന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് സിനിമയിൽ എന്തെങ്കിലും കിട്ടിയാൽ ചെയ്തേ പറ്റൂ എന്നുള്ള അവസ്ഥയിലുള്ള ഒരാളാണ് ഇത് പറയുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഷാജി കൈലാസിനെ പോലെ ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള ഒരു ഡയറക്ടർ സ്ക്രിപ്റ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ എത്രയോ കിണ്ണം സ്ക്രിപ്റ്റുകൾ ഉണ്ടാക്കി ആളുകൾ അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്തിട്ട് റിജക്റ്റ് ചെയ്ത് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന രീതിയിലുള്ള എത്ര പേരുണ്ട് സാർ, എത്ര പേരുണ്ട്. അപ്പം നിങ്ങൾ ഈ പടത്തിൻ്റെ റൈറ്റർ തന്നെ അങ്ങനെ പഴയ റൈറ്ററാണ്, ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നു, ഒരേ സാധനം എഴുതുന്നു, നിങ്ങളെ കംഫർട്ട് സോൺ ആയിരിക്കും നിങ്ങൾ ചെയ്തിട്ട് പോകും. കമ്മിറ്റ്മെൻറ്റ്സ് അങ്ങനത്തെ ഒരു സ്കീമിലാണ് നിങ്ങളൊക്കെ ഒരു കംഫർട്ട് സോണിനകത്തിരുന്ന് സിനിമ എടുക്കുന്ന പോലെ എനിക്ക് പേഴ്സണലി ഇപ്പം തോന്നുന്നത്. പണ്ട് അങ്ങനെ ഇരുന്നില്ല, പക്ഷേ ഇപ്പം അങ്ങനെ തോന്നുന്നത്. ജനങ്ങൾക്ക് അതാണോ വേണ്ടത്? വി എക്സ്പെക്റ്റ് മോർ. എന്താ പറയുക, ഒരു കംഫർട്ട് സോണൊക്കെ ബ്രേക്ക് ചെയ്ത് ഒരു വേറെ കൈൻഡ് ഓഫ് സാധനമാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്നിട്ട് ലാസ്റ്റ് പറയും സ്ക്രിപ്റ്റ് ഇല്ല. ഞങ്ങളാണോ ഇനി സ്ക്രിപ്റ്റ് കൊണ്ടുവന്ന് തരേണ്ടത്? ഇത് സ്ക്രിപ്റ്റ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് തന്നിലേക്ക് വരുന്ന സ്ക്രിപ്റ്റിൻ്റെ ക്വാളിറ്റി നോക്കി പടം ചെയ്യുക എന്നുള്ളത് ഒരു ബേസിക് കാര്യമല്ലേ? ഒരിക്കലും ഷാജി കൈലാസിനെ പോലെ ഇത്രയും എന്താ പറയുക എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ പറയരുത് ഞാൻ ചെയ്ത സ്ക്രിപ്റ്റ്. ഇപ്പം ഇദ്ദേഹം പറഞ്ഞാൽ എന്താ, ഇപ്പം ചെയ്ത മോശം സ്ക്രിപ്റ്റാണോ, തട്ടിക്കൂട്ടി ചെയ്തതാണോ? അപ്പം എന്തിനെത്രയും കോടികൾ പൊട്ടിച്ചേ? എന്തിനെത്ര കോടികൾ പൊട്ടിച്ചേ? അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു? സ്ക്രിപ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് നല്ല സ്ക്രിപ്റ്റ് ഇല്ല, നല്ല സ്ക്രിപ്റ്റ് കിട്ടുന്നില്ല, എല്ലാം നിങ്ങളെ വെച്ച് ഈ 90s വൈബിൽ പടം എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ റെപ്യൂട്ടേഷൻ പോയി പോകുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടെങ്കിലും നിങ്ങൾ റിജക്റ്റ് ചെയ്യും സ്ക്രിപ്റ്റ്. മനസ്സിലായോ? നിങ്ങൾക്ക് നിങ്ങളുടെ റെപ്യൂട്ടേഷൻ അനുസരിച്ചുള്ള പടം ചെയ്താൽ പോരെ. നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് സർവൈവ് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു ഡയറക്ടറൊന്നും അല്ലല്ലോ. യു ഹാവ് യുവർ റെപ്യൂട്ടേഷൻ, യു ഹാവ് യുവർ ലെഗസി ബിഹൈൻഡ്. നിങ്ങൾക്ക് നല്ലൊരു സിനിമ, നല്ലൊരു പ്രൊജക്റ്റ് നിങ്ങൾക്ക് ഓക്കെ ആവുന്ന ഒരു
സ്ക്രിപ്റ്റ് സ്റ്റോറി ലൈൻ വരുമ്പോൾ മാത്രം ചെയ്താൽ പോരെ. അതിനിപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്ന് തരണം എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഫാക്റ്റ് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. നിങ്ങൾ ശ്രമിക്കാതെ കിട്ടില്ല. ഇതില് നമ്മുടെ അർജുൻ അശോകന്റെ ഒരു കുളിസീൻ വരുന്നുണ്ട്. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ എനിക്ക് വന്ദനം സിനിമയിൽ നീലത്തടാകത്തിൽ നീന്തി തുടിക്കുന്ന ഒരു അരയന്നമായി നീ അവളെ കണ്ടാടേ എന്ന് ചോദിക്കുന്ന പോലെ അങ്ങനെ അർജുൻ അശോകൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ കുളത്തിലാണെന്നുണ്ടെങ്കിൽ നിറയെ താമരകളൊക്കെ ആയിട്ട്. ഞാൻ ജീവിതത്തിൽ ഇയാളെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇന്ന സ്ഥലത്ത് മറയൂറിൻ്റെ ഉൾപ്രദേശത്ത് ഒരു സ്ഥലത്ത് പോയി ഞങ്ങൾ ലൊക്കേഷൻ കണ്ടപ്പോൾ അവിടെ കണ്ടത് ആ സാധനമാണ്. താമരകൾ നിറയെ നിൽക്കുന്ന ഒരു സ്ഥലം, ഒരു എസ്റ്റേറ്റിനകത്താണത് എന്ന് പറഞ്ഞാൽ അത് പബ്ലിക്കായിട്ടല്ല, അത് ഞങ്ങൾ കണ്ടുകൊണ്ടാണ് എടുത്തത്. അതിന് വിമർശിച്ചാൽ അതിന് മറുപടി കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. വിളിച്ചുകൊണ്ട് പോയി കാണിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഒരു മാസാധനമൊക്കെ പ്രതീക്ഷിച്ചു ഷാജി കൈലാസിന്റെ ഒരു ശക്തമായ തിരിച്ചുവരവ് എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ തിരിച്ചില്ല, വരവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മോനെ ഈ തിരിച്ചുവരവ് ഞാൻ എവിടെ പോയി? ആക്ച്വലി നിങ്ങളെല്ലാം കുറേ ആൾക്കാർ പറയുന്നുള്ളൂ തിരിച്ചുവരവ് എന്താണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്? ഞാനിവിടെ തന്നെ ഉണ്ട്. നിങ്ങളൊക്കെ പോയിട്ട് വരുമ്പോഴും ഞാനിവിടെ തന്നെ. നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ ഞാനിവിടെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ടെൻഷനൊന്നുമില്ല. ഇവരൊക്കെ ജനിക്കുന്നതിന് മുമ്പേ സിനിമ എടുത്ത ആൾക്കാരല്ലേ ഞങ്ങളൊക്കെ? ആണോ? പിന്നെ എവിടെ തിരിച്ചു കുറേ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് ഷാജിക്ക് ശക്തമായി തിരിച്ചു. എന്ത് ശക്തമായി തിരിച്ചു? മര്യാദയ്ക്ക് ഷൂട്ട് ചെയ്തു. എൻ്റെ ജോലിയാണ്, എനിക്കൊരു പാഷനാണ് ഉള്ളിൽ സിനിമ എടുക്കാൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യും. അതൊന്നും എനിക്ക് കണക്കണ്ട. നമ്മൾ ചില സാധനങ്ങളൊക്കെ അവർക്ക് ഇഷ്ടപ്പെടില്ല. ഓക്കെ, നമ്മളെ ജീവിക്കാൻ അനുവദിക്കൂ. ജീവിക്കാൻ അനുവദിക്കാത്ത പ്രശ്നമൊന്നുമില്ല സാർ. തിരിച്ചുവരവ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പഴയ സാധനം അങ്ങനെ കൊണ്ടുവന്നിട്ട് തന്നിട്ട് പോകണമെന്നല്ല. അതായത് വാട്ട് ഈസ് ന്യൂ. നിങ്ങളൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. സിനിമ പഠിച്ച് അറിഞ്ഞ് സിനിമയിൽ ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പോഴത്തെ ജനറേഷൻ ആവശ്യമുള്ള പഠനങ്ങൾ നടത്തി ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾക്കൊക്കെ പ്രൊഡ്യൂസർ കിട്ടാൻ വരെ ഒരു പാടുമില്ല. അപ്പോൾ അത്രയും എന്താ പറയുക, പ്രൊഡക്ഷൻ സൈഡും നിങ്ങൾ അടിപൊളിയാക്കി നിങ്ങളൊരു കിണ്ണം കാച്ചിയ സാധനം. അതായത് ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് ഇപ്പോഴത്തെ യൂത്തിന് മനസ്സിലാവുന്ന, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷനിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഓടുന്ന രീതിയിൽ ട്രെൻഡ് അനുസരിച്ചിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ പടം കൊണ്ടുവന്ന് ഹിറ്റാക്കുന്നുള്ളേ നമ്മളെ പ്രതീക്ഷ. അത് ബ്രേക്ക് ആകുമ്പോഴാണ് ഇതെന്ത് തിരിച്ചു വരുവാന്ന് നമ്മൾ ചോദിക്കുന്നത്. പിന്നെ ഈ താമര എഫക്റ്റ് പറഞ്ഞില്ലേ, ഈ കുളം താമരയൊക്കെ നിങ്ങൾ ചിലപ്പോൾ മറയൂരിൽ ഏതെങ്കിലും താമരക്കുളം കണ്ടു കാണും. പക്ഷെ ഞങ്ങൾ സിനിമയിൽ ആ സീൻ കാണുമ്പോൾ എന്താ കാണുന്നത്? അർജുൻ അശോകൻ പോയി ഏതോ കുളത്തിൽ ചാടുന്നു. കയറി വരുമ്പോൾ ഫുള്ള് ഗ്രാഫിക്സ് തന്നെ തോന്നുന്നുണ്ട്. അതായത് എനിക്ക് തോന്നുന്നില്ല അത് ഒറിജിനലായിട്ട് എടുത്തൊരു ഐറ്റം ആണെന്നുള്ളത്. ഐ ഫെൽറ്റ് ലൈക്ക് ഇറ്റ്സ് എ ഗ്രാഫിക്സ്. ബിക്കോസ് കുറച്ചൊരു ഇരുട്ടിൻ്റെ സാധനത്തിലായിരുന്നു അത്, കുറച്ച് ലൈറ്റൊക്കെ അങ്ങനെ കുറഞ്ഞൊരു സാധനത്തിലായിരുന്നു അത് കയറി വന്നിരുന്നത്. കുളത്തുനിന്ന് കയറി വരുമ്പോൾ ബാക്കിൽ നിറച്ച് താമര. അപ്പോൾ ഒരു സീൻ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ നമ്മളെന്തപ്പോൾ ആ സീൻ അങ്ങനെയാണ്. ആ സീൻ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ നമുക്ക് അറിയണം ഇത് അതിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് വന്നത് എങ്ങനെയാണ്. രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിൽ, ദീപക്കിൻ്റെ ക്യാരക്ടറും അർജുൻ അശോകൻ്റെ ക്യാരക്ടറും തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരു ക്യാമറയെ കുറിച്ച് പറയുന്നു, വെള്ളത്തിൻ്റെ അടിയിൽ പോയി ഷൂട്ട് ചെയ്യാമെന്ന് പറയുന്നു. ഇത്ര മാത്രമാണ് ആ സീനിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ആ സീൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ആവുന്നത് കാണുന്നത് വെള്ളത്തിനടിയിൽ നിന്ന് ചങ്ങായി മറ്റേ ഇത് നീന്തി പോണത് പിന്നെ പൊന്തി വരുന്നതോ. അല്ലാതെ ആ സീനോ ആ ടെറൈനോ നമുക്ക് എസ്റ്റാബ്ലിഷ് ആയിട്ടില്ല. നമ്മൾ ആദ്യമായിട്ട് അതൊരു എന്താ പറയുക, ആ സീനും ആ സ്ഥലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്രൂഷ്യൽ, ഈ സിനിമയുടെ ഏറ്റവും ക്രൂഷ്യലായിട്ട് ഒരു ഇവൻറ്റ് നടക്കുന്ന സ്ഥലവും സിറ്റുവേഷനുമാണ്. അത് തന്നെ ഇപ്പോൾ ഈ ഒരു താമരക്കുളം ഇതൊക്കെ കാണുമ്പോൾ കോമഡി ആയിട്ട് തോന്നുന്ന നാട്ടുകാർക്ക്. അതുകൊണ്ടാണല്ലോ പറഞ്ഞത്. അത് അങ്ങനത്തെ ക്രൂഷ്യൽ വൈറ്റൽ സാധനങ്ങളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വിട്ടുപോയി എന്നുള്ളതൊരു വലിയ മിസ്സിംഗ് ആണ് ഈ പടം സംബന്ധിച്ചിടത്തോളം. ഈ എല്ലാവരും കൂടെ എഴുതുമ്പോഴേ ഈ പഴയ ആൾക്കാരെ എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കരുത്. എന്ന് പറഞ്ഞാൽ നീ നിൻ്റെ അച്ഛനെ പഴയ ആൾക്കാരെന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കും ഇല്ല. അപ്പോൾ സിനിമയ്ക്കകത്ത് പഴയ ആൾക്കാരും പുതിയ ആൾക്കാരും ഇല്ല. ഒരു സിനിമ മേക്കറാണ് അത്. ആ മേക്കറിനെ നിങ്ങൾ പഴഞ്ചനാണെന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ പറയുന്നുണ്ട്. അത് പഴഞ്ചൻ അങ്ങനെയൊന്നും പറയരുത് ദൈവത്തോർത്ത്. എന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടിലെ അച്ഛനെ പറയുന്ന പോലെയാണ് എന്ന് പറയുമ്പോൾ അവരൊക്കെ പഴയ ആൾക്കാർ എന്ന് പറയരുത്. അവരുണ്ടായതുകൊണ്ടല്ലേ ഈ മലയാള സിനിമയിൽ കുറച്ചെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. കുറച്ചെങ്കിലും മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഭയങ്കര കോൺട്രിബ്യൂഷൻ ഞാൻ കൊടുത്തിട്ടൊന്നുമില്ല. ശകലം കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന ഒരാളുണ്ട്. അപ്പോൾ കുറച്ച് ഡ്യൂ റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്നെപ്പോലെയും കുറേ ആൾക്കാർ സീനിയർ ആൾക്കാരുണ്ട്. അവരെയൊക്കെ നിങ്ങൾ പെട്ടെന്ന് എഴുതി പഴഞ്ചനാണ് വിൻറ്റേജാണ് എന്ന് പറയരുത്. എന്ന് പറയണത് അതൊരു വലിയൊരു കാര്യമായിട്ട് തോന്നുന്നില്ല. എന്ന് പറഞ്ഞാൽ അങ്ങനെയാണത്. ഇപ്പം വന്നവരെല്ലാവരും ആണ് സിനിമയിലെ ഭയങ്കര സംഭവം എന്ന് പറയരുത്. നമ്മളും ഐ വി ശശി ചേട്ടനും ജോഷി ചേട്ടനും വലിയ ഡയറക്ടേഴ്സൊക്കെ നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ ഒരിക്കലും അവരെ ഇത് ചെയ്തിട്ടില്ല. അവർ പഴഞ്ചനാണെന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിലാണ് നമ്മൾ പോയിട്ടുള്ളത്. അത്രേ ഉള്ളൂ. നമ്മളൊക്കെ അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. സിനിമയിലെല്ലാവരും പഴഞ്ചനും പുതിയതൊക്കെ ഉണ്ട്. ഓരോരുത്തർ വന്ന് പോകുന്നു. പക്ഷെ നമ്മളിപ്പോൾ 40
കൊല്ലത്തിന് അടുപ്പിച്ചായി. അപ്പോഴും നമ്മൾ നിൽക്കുന്നില്ലേ ഇൻഡസ്ട്രിയിൽ, ഇപ്പോഴും നമ്മളൊരു സിനിമയുടെ നിൽക്കുന്നില്ല. അപ്പോൾ നമ്മൾ പഴഞ്ചനെന്ന് പറയുന്നത്, നമ്മുടെ ഒരു ഷോട്ട് വയ്ക്കുമ്പോൾ ചിലപ്പോൾ പഴയ സിനിമയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും ആ ഷോട്ടിൽ. അതെന്ന് പറഞ്ഞിട്ട് പഴഞ്ചനാവുമോ? ഇല്ല. അതാ അതിനെ കുറച്ചൊന്ന് റെസ്പെക്റ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു പറച്ചിൽ. എന്ന് പറഞ്ഞാൽ എന്നെ പോലെ കുറേ ഡയറക്ടേഴ്സ് ഉണ്ട്, സീനിയേഴ്സ്, അവരെപ്പോഴും പഴഞ്ചെന്നുണ്ട് പറയാതിരിക്കുന്നതാണ്. ഇതിപ്പോ അച്ഛൻ റെഫറൻസ് വെച്ച് പറഞ്ഞോണ്ട് കേട്ടോ, മിസ്റ്റർ ഷാജി കല്ലാസ്, നമ്മുടെ വീട്ടിലെ അച്ഛന്മാര് എല്ലാവരുടെ വീട്ടിലും അവരുടെ അച്ഛൻ ഇങ്ങനെ പറയാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ അച്ഛൻ പറയാണ്, അതായത് നീ ഇപ്പോൾ ഈ ഡ്രസ്സ് ഇട്ട് ട്രൗസർ ഇട്ട് പുറത്ത് പോകണമെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ അച്ഛനോട് ഇത് എന്ത് പഴഞ്ചൻ ചിന്താഗതിയാണ് അച്ഛാ, അത് എന്തപ്പോൾ ട്രൗസർ ഇട്ട് പുറത്ത് പോയാൽ, പണ്ട് കാലത്ത് ട്രൗസർ ഇട്ട് പുറത്ത് പോയാൽ സീനാണ്, അതിൻ്റെ മുകളിൽ കൂടി ഒരു മുണ്ട് കൊടുത്ത് അതിൻ്റെ അടിയിൽ ട്രൗസർ വെച്ച് പോയിക്കോ എന്നൊക്കെയുള്ള ഒരു സ്കീമാണ്. ഇപ്പം ട്രൗസർ ഇട്ട് പോയാൽ എന്താ വിഷയം? എൻ്റെ അച്ഛൻ ഒരു പഴഞ്ചനാണ്. ഇതൊക്കെ കോമൺ ആയിട്ട് നമ്മൾ പറയുന്നതാണ്. ഈ അച്ഛൻ സാധനം പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യൻ അയാളെ പഴയ സിനിമകളെ പോലെ തന്നെ അയാളെ പഴയ ടെക്നിക്കുകൾ തന്നെ രണ്ടാമതും എടുത്ത് ഉപയോഗിക്കുമ്പോൾ അത് പറയില്ലേ? അത് പറയണ്ടേ? ഞങ്ങളത് പറയണോ? നിങ്ങൾ മാറില്ല എന്നുള്ള വാശിയാണോ? എനിക്കറിയില്ല. അത് പറയണ്ടേ? ഓരോ വ്യൂവറും അത് പറയും. അപ്പം നിങ്ങളെ കയ്യിൽ നിന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. പുതിയ വരുന്ന ഒരാളെ കയ്യിൽ നിന്ന് വാട്ട് വി എക്സ്പെക്ട്, നമുക്ക് എക്സ്പെക്റ്റേഷൻ ഇല്ല. ലൈക്ക് എന്താ പറയുക, എന്താ പുതിയൊരു ഡയറക്ടർ അല്ലെങ്കിൽ 1-2 പടം മാത്രം ഇപ്പോൾ ഡയറക്റ്റ് ചെയ്ത ഒരാളെ നമ്മൾ എത്രത്തോളം പ്രതീക്ഷിക്കാം? അപ്പം പണ്ട് മുതലേ സിനിമയുടെ എക്സ്പീരിയൻസ് ഉള്ള ഹൈലി എന്താ പറയുക, സിനിമ എന്താണെന്ന് മനസ്സിലാക്കിയ ആൾക്കാർ അവർ കാലത്തിനനുസരിച്ച് മാറണം. അല്ലെങ്കിൽ മാറാനുള്ളൊരു ഇതിപ്പോൾ ഫിസിക്കൽ ടാസ്ക് ഒന്നും അല്ലല്ലോ, ആണോ? ഇത് ബോഡി ബിൽഡിങ്ങോ പരിപാടിയൊന്നും അല്ലല്ലോ. അന്നത്തെ ബോഡി ബിൽഡർ ഇന്നത്തെ ബോഡി ബിൽഡേഴ്സിനെ പോലെ ഇന്നും അവരങ്ങനെ ചെയ്യണം, അതൊന്നും അല്ലല്ലോ. പഠിക്കല്ലേ, സിനിമ പഠിക്കുകയാണ്. സിനിമ പഠിക്കാം, സിനിമയുടെ മാറ്റങ്ങൾ പഠിക്കാം. ഇതൊക്കെ ഉൾക്കൊണ്ട് നമുക്ക് നല്ലൊരു സാധനം തരും നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഇവർ പഴയ സാധനം തരുമ്പോൾ നമ്മൾ പഴഞ്ചെന്നല്ല എന്ത് പറയും? ഇതെന്താ പറയുക, ഇവർ മാറാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ബേസിക്കലി എനിക്കിതൊന്ന് മനസ്സിലാവുന്നത്. ഓക്കെ, പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോക്കാണെങ്കിലും ഉണ്ണിയാണെങ്കിലും മൂവി റിവ്യൂ ചെയ്യുന്ന ഏതൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും സിനിമേനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ലോ നമ്മളാരും നമ്മളെ അഭിപ്രായം പറഞ്ഞിട്ട് പോണത്. നമ്മളൊക്കെ റെഗുലറായിട്ട് സിനിമ കാണുന്ന ആൾക്കാരാണ്. ഈ ഇൻഡസ്ട്രി നന്നാവണമെന്നും അല്ലെങ്കിൽ നല്ല പ്രൊഡക്റ്റുകൾ ആളുകളിലേക്ക് എത്തണം എന്നുള്ളതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. എന്തെങ്കിലും ഒരു സാധനം മോശമാണ് എന്ന് നമുക്ക് പേഴ്സണലി തോന്നിക്കഴിഞ്ഞാൽ മോശമാണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പോകണം. അതിലൊന്നും എവിടെയും ഇപ്പം എത്ര കാലമായിട്ട് മൂവി റിവ്യൂസിൻ്റെ നെഞ്ചത്ത് ഒരു പൊങ്കലുള്ളതാണല്ലോ എല്ലാവരും പരിപാടി ഉണ്ടായിട്ടില്ല. പൈസ മേടിച്ചു എന്നുള്ള ഫേക്ക് അലിഗേഷൻസ് ഉണ്ട്. എവിടെയെങ്കിലും ആരെങ്കിലും പൈസ മേടിച്ചിട്ട് ഒരു ഫേക്ക് സാധനം ചെയ്തതായിട്ട് നിങ്ങളെ മുന്നിൽ പൊളിഞ്ഞു വീണിട്ടുണ്ടോ അല്ലെങ്കിൽ വന്നിട്ടുണ്ടോ ഇതുവരെ? ഇല്ലല്ലോ. സോ നിങ്ങൾ കാണുന്ന ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് ഉള്ള അത്യാവശ്യം ആളുകൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള മൂവി ഒപ്പീനിയൻ പറയുന്ന എല്ലാവരും അവരുടെ സ്വന്തം അഭിപ്രായം വളരെ മാന്യമായിട്ട് പറഞ്ഞിട്ട് പോകുന്നു, അല്ലെങ്കിൽ അത് രേഖപ്പെടുത്തി പോകുന്നു എന്നുള്ളത് അവരുടെ ഇപ്പം നമ്മുടെ സ്വന്തം താല്പര്യമാണ്. ഇപ്പം നിങ്ങൾക്കും ചെയ്യാം, എനിക്കും ചെയ്യാം, നിങ്ങൾക്കും ചെയ്യാമല്ലോ. കമൻറ്റ് ബോക്സിൽ എത്ര പേര് ചെയ്യുന്നുണ്ട്? ഏതൊരാൾക്കും, മൊബൈലിൽ നെറ്റുള്ളവർ ഏതൊരാൾക്കും ഇതേപോലെ വീഡിയോ എടുത്ത് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ സിനിമ കണ്ട് നമ്മൾ കാശ് കൊടുത്ത് കാണുന്നതാണ്, ഗ്ലോസിന് കാണുന്നതല്ല. ഇപ്പം ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് തമിഴ്നാട്ടിലൊക്കെ ഒരാഴ്ച ബ്രേക്ക് പറഞ്ഞില്ലേ ഇപ്പോൾ മറ്റേ റിവ്യൂവേഴ്സിന്, അതുപോലെ കേരളത്തിലും നമുക്കൊരാഴ്ച ബ്രേക്ക് തന്നൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ ഒരാഴ്ച ബ്രേക്കിൽ നിങ്ങൾ ഫ്രീ ആയിട്ട് സിനിമ തിയേറ്ററിൽ കാണിച്ചു തരുമോ ഒരു പ്രേക്ഷകന്? ഒരാഴ്ച നിങ്ങൾ ഫ്രീ ആയിട്ട് തിയേറ്ററിൽ പടം ഓടിക്കുകയാണെങ്കിൽ, ടിക്കറ്റ് ഒന്നുമില്ലാതെ ഫ്രീ ആയിട്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരാഴ്ച റിവ്യൂ ചെയ്യുന്നില്ല. എങ്ങനെയുണ്ട്? റിവ്യൂ ചെയ്യുന്നില്ല. ഇതിപ്പോൾ കുറേ ആളായത് ഒരാഴ്ച ബ്രേക്ക് വേണം, ഒരാഴ്ച നിങ്ങൾ ഫ്രീ ആയിട്ട് ഒരാഴ്ച തിയേറ്ററിൽ പടം ഓടിക്കുക, എന്നിട്ട് ഒപ്പീനിയൻ കളക്ഷനും ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം നിങ്ങൾ പൈസ എന്താ മേടിച്ച് ടിക്കറ്റ് വെച്ചിട്ട് വിറ്റാൽ, നല്ല സാധനമാണെങ്കിൽ വിറ്റാൽ മതിയല്ലോ. അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ബിസിനസ്സാണ് അല്ലേ? ആ ബിസിനസ്സിന് വേണ്ടി നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസ് ആരാ? നമ്മൾ ഓരോരുത്തരുമാണ് സിനിമ കാണുന്നവരാണ്. അപ്പോൾ നമ്മൾ കാശ് കൊടുത്ത് പടം കാണുമ്പോൾ അതിൻ്റെ ഒപ്പീനിയൻ പറയും. അതിനെന്തൊരു പേടിക്കേണ്ട ആവശ്യമുള്ളത്? അതിലെന്തെങ്കിലും ഒരു മോൾ പ്രാക്ടീസ് നടക്കുന്ന ഒരാളാണ് കാശ് മേടിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു നിഗൂഢമായിട്ട് നിങ്ങൾക്കെതിരെ തകർക്കാൻ വേണ്ടി ഒരു നീക്കം നടത്തുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇവിടെ നിയമപരമായിട്ട് പോകാമല്ലോ. അപ്പോൾ ഷാജി കൈലാസിനെ പോലൊരു ലെജൻഡറി ഡയറക്ടറിനോട് പറയാനുള്ളത്, റിവ്യൂ അല്ലെങ്കിൽ ഒപ്പീനിയൻ ഒന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈൻഡ് ചെയ്യേണ്ട. പക്ഷേ ആസ് എ ഫിലിം മേക്കർ ഞങ്ങൾ ഒരുപാട് നിങ്ങളിൽ നിന്നൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഡെലിവർ ചെയ്യാൻ ഇപ്പോഴത്തെ സിനിമ എന്താണെന്നും ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ഇപ്പോഴത്തെ സൊസൈറ്റിക്ക് ആവശ്യമുള്ള ട്രെൻഡ് എന്താണെന്നുള്ളതൊക്കെ അറിഞ്ഞ് സിനിമ തരാൻ നിങ്ങളെ കൊണ്ട് പറ്റിയാൽ ഞങ്ങൾ ഹാപ്പിയാണ്. അല്ലെങ്കിൽ പറയാനുള്ളത് പറയും.